ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ധീരരായ വ്യോമ യോദ്ധാക്കളെയും സൈനികരെയും സന്ദർശിക്കുന്നതിന് വേണ്ടി ഉധംപൂർ വ്യോമത്താവളം സന്ദർശിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെട്ടെന്നുള്ള ഈ ഉധംപൂർ വ്യോമത്താവളത്തിന്റെ സന്ദർശനം ഇതിനു പിന്നിൽ മോദിയുടെ തന്ത്രപരമായ ബുദ്ധിയും ലക്ഷ്യങ്ങളുമായിരുന്നു. കാരണം ഉധംപൂർ വ്യോമത്താവളത്തിൽ നിന്നുള്ള ചിത്രങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിനിടയിൽ പാകിസ്ഥാൻ വലിയ വലിയ വീരവാദങ്ങളാണ് നടത്തിയത്. ഇന്ത്യയുടെ S-400 നശിപ്പിച്ചു, ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇൻസ്റ്റലേഷൻ നശിപ്പിച്ചു എന്നിങ്ങനെ തുടർന്നു പോയിരുന്നു ഇവരുടെ അവകാശവാദങ്ങൾ. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കെല്ലാമുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉധംപൂർ വ്യോമത്താവളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നിരത്തിയത്. പാകിസ്ഥാന്റെ അവകാശവാദത്തിനുള്ള ശക്തമായ മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച പഞ്ചാബിൽ ഉധംപൂർ വ്യോമത്താവളത്തിൽ സന്ദർശനം നടത്തിയത്. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോകളിൽ പ്രധാനമന്ത്രി സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോയുടെ പുറകുവശത്തായി കാണുന്നത് ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇത് പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ ഒരു മറുപടിയായിരുന്നു. അതായത് ഇന്ത്യയുടെ S-400 മിസൈൽ താവളം തകർത്തു എന്ന അവകാശവാദമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. എന്നാൽ മെയ് 10 വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇൻസ്റ്റാളേഷൻ നശിപ്പിച്ചുവെന്ന വ്യാജ അവകാശവാദങ്ങളും പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ മോദി പങ്കിട്ടിരിക്കുന്ന ഫോട്ടോയിൽ ബ്രഹ്മോസ് ലോഡ് ചെയ്തിരിക്കുന്ന MiG-29 ഫൈറ്റർ ജെറ്റിനെയും കാണാം. പാകിസ്ഥാന്റെ JF-17 ജെറ്റുകളിൽ നിന്ന് തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഉധംപൂരിലെ S-400 സംവിധാനം തകർത്തു എന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള PTVയിലും കൂടാതെ ചൈനയുടെ ഗ്ലോബൽ ടൈംസിലും സിൻഹുവയിലും എല്ലാം പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ ഉധംപൂരിലെ ഇന്ത്യയുടെ S-400 സംവിധാനം തകർത്തു എന്ന റിപ്പോർട്ടുകളാണ് നൽകിയത്. ഇതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് മോദി ഇപ്പോൾ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ലോകം മുഴുവൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പരസ്യമായി പല വീരവാദങ്ങളും മുഴുകിയത്. ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചു, ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഇന്ത്യയുടെ S-400 നശിപ്പിച്ചു, ബ്രഹ്മോസ് മിസൈലിനെ നശിപ്പിച്ചു എന്നിങ്ങനെയുള്ള വീരവാദങ്ങളുമായി മുന്നോട്ടെത്തുന്നത്. പാകിസ്ഥാൻ JF-17 ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് ഇന്ത്യയുടെ S-400 നശിപ്പിച്ചു എന്നും ചൈനയുടെയും തുർക്കിയുടെയും ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ആദംപൂർ വ്യോമത്താവളം തകർത്തു എന്നും പറഞ്ഞ കള്ളങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ തെളിവ് സഹിതം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ MiG-29 യുദ്ധവിമാനവും മോദിയുടെ പങ്കുവച്ച ഫോട്ടോസിന് പിന്നിൽ കാണുന്നുണ്ട്. ഇതും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ചിരുന്നു. ഈ MiG-29ലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ലോഡ് ചെയ്തിരുന്നത്. ഇത് അമേരിക്കയ്ക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്. അമേരിക്കയുടെ F-16 ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്നു. എന്നാൽ ഇത് ഒരിക്കലും യുദ്ധത്തിൽ ഉപയോഗിക്കരുത് എന്ന് അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഇന്ത്യയുടെ S-400ന് 400 മുതൽ 600 കിലോമീറ്റർ വരെ പരിധിക്കുള്ളിലുള്ള ഏതൊരു ഫൈറ്റർ ജെറ്റിനെയും അതിന്റെ റഡാർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും സാധിക്കും. ഇന്ത്യയുടെ ഈ S-400 അമേരിക്കയുടെ F-16നെ കണ്ടുപിടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് വലിയൊരു അടി തന്നെയായിരിക്കും. ഉക്രൈൻ യുദ്ധത്തിൽ S-400 അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളെ അടിച്ച് താഴെയിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പാകിസ്ഥാനും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ F-16നെ S-400 അടിച്ചു തകർക്കും എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു സംശയവുമില്ല. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ F-16 യുദ്ധവിമാനങ്ങൾക്ക് ലോക വിപണിയിൽ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ ചൈനയുടെ JF-17നെയും JF-10 സീരീസ് യുദ്ധവിമാനങ്ങളെയാണ് യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ഈ വളർച്ച കണ്ടിട്ട് ലോക പോലീസായ അമേരിക്ക പോലും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ചൈനയുടെ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും അതേപോലെ തന്നെ ചൈനയുടെ YLC-80 റഡാർ സിസ്റ്റത്തിനെയും എല്ലാം ഇന്ത്യ ഓരോന്നോരോന്നായി ഇല്ലാതാക്കി. അതായത് ഇന്ത്യയുടെ അമേരിക്കയ്ക്കും മറുപടി കൊടുത്തിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ യുദ്ധായുധങ്ങൾ ഇല്ലാതെ, അമേരിക്കയുടെ GPS ഇല്ലാതെ ഇന്ത്യക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും എന്ന് ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ അണിനിരുന്ന ഇന്ത്യയുടെ ഡ്രോണുകൾ, ഇന്ത്യയുടെ റഡാർ സിസ്റ്റങ്ങൾ, ഇന്ത്യയുടെ മിസൈലുകൾ, ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ആന്റി ഡ്രോൺ സിസ്റ്റം, ആകാശ് മിസൈൽ സംവിധാനം എന്നിവയെല്ലാം ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്തവയാണ്. ഇങ്ങനെയുള്ള ഇന്ത്യയുടെ ഈ പ്രതിരോധ മേഖലയുടെ വളർച്ച ഇപ്പോൾ അമേരിക്കയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഈ ഫോട്ടോസും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നിരവധി കള്ള പ്രചാരണങ്ങളെ എല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്താണ്, ഇന്ത്യ എത്രത്തോളം വളർന്നിരിക്കുന്നു, ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിലാക്കി കാണിച്ചിരിക്കുന്നു. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.